കാൻ ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത കനി കുസൃതിയുടെ കയ്യിലെ ബാഗിന്റെ ഡിസൈനാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തണ്ണിമത്തന്റെ ഡിസൈനാണ് കനി കുസൃതിയുടെ ബാഗിന് നൽകിയിരിക്കുന്നത്. കനി കുസൃതി ഈ ബാഗും പിടിച്ചു നിൽക്കുന്ന ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്താണ് പാലസ്തീനും തണ്ണിമത്തനും തമ്മിലുള്ള ബന്ധം? ഒക്ടോബർ 7 മുതൽ ബാനറുകളിലും ടീഷർട്ടുകളിലും ബലൂണുകളിലുമൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുമൊക്കെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിനെതിരായ പ്രതിഷേധത്തിൽ ലോകമെമ്പാടും ഉയർന്നു വന്ന ഒരു ചിത്രമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ അരിഞ്ഞ തണ്ണിമത്തൻ്റെ നിറങ്ങൾ ചുവപ്പ്, പഴുപ്പ്, പച്ച, വെളുത്ത പുറന്തൊലി, കറുത്ത വിത്തുകൾ, ഇതൊക്കെ പാലസ്തീൻ്റെ പതാകയിൽ ഉള്ളതിന് സമാനമായ നിറങ്ങളാണ്. ലോകമെമ്പാടുമുള്ള പഴങ്ങൾ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. തണ്ണിമത്തന് എങ്ങനെയാണ് ഈ പദവി ലഭിച്ചത്? 1967 മിഡ് ഈസ്റ്റ് യുദ്ധത്തിന് ശേഷം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ പതാക പ്രദർശിപ്പിച്ചത് ഇസ്രായേൽ സർക്കാർ അടിച്ചമർത്തി. 1980 റാമലയിൽ 3 കലാകാരന്മാർ നടത്തിയിരുന്ന ഒരു ഗാലറി സൈന്യം അടച്ചുപൂട്ടി. കാരണം അവർ രാഷ്ട്രീയ കലയും പലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള സൃഷ്ടികളും ചുവപ്പും പച്ചയും കറുപ്പും വെളുപ്പും ഒക്കെ എക്സിബിറ്റ് ചെയ്തിരുന്നു. തണ്ണിമത്തന്റെ നിറങ്ങളായ ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്, പച്ച എന്നിവയാണ് പലസ്തീൻ പതാകയിലുള്ള നിറങ്ങളും. കൂടാതെ ഈ ഫലം സംസ്ഥാനത്തിന്റെ സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും പ്രതീകപ്പെടുത്തുന്നു. ജനിൻ മുതൽ ഗാസ വരെ പലസ്തീനുടനീളം തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. രാജ്യത്തെ സാഹിത്യകൃതികളിലും തണ്ണിമത്തൻ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. വർഷങ്ങളായി തങ്ങളുടെ സ്വത്വത്തെ ഇസ്രായേൽ അടിച്ചമർത്തുന്നതിനെതിരെ പ്രതിഷേധിക്കാൻ എപ്പോഴും പലസ്തീനികൾ ഉപയോഗിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ് തണ്ണിമത്തൻ. 1967 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ്, കിഴക്കൻ ജെറുസലേം ഇതിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തപ്പോൾ സർക്കാർ അധിനിവേശ പ്രദേശത്ത് പലസ്തീൻ പതാക പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമാക്കിയിരുന്നു. എന്നാൽ പതാക മാത്രമല്ല മറ്റു പലതും ഇസ്രായേൽ വിലക്കിയ കൂട്ടത്തിലുണ്ടായിരുന്നു. 1980 ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്റെയും നബിൽ അനാനിയും ഇസ്രാം ബർദറിലും ഉൾപ്പെടെയുള്ള മറ്റ് കലാകാരന്മാരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന റമല്ലയിലെ ഒരു ആർട്ട് എക്സിബിഷൻ 1980 തടഞ്ഞതായി ആർട്ടിസ്റ്റ് സ്ലിമാൻ മൻസൂർ 2021 തുറന്നു പറഞ്ഞിരുന്നു. പലസ്തീൻ പതാക വരയ്ക്കുന്നത് അവിടെ കുറ്റകരമാണ്. പതാകയിലെ നിറങ്ങൾ നിരോധിച്ചിരുന്നു. ആർട്ടിസ്റ്റ് സ്ലിമാന്റെ അഭിപ്രായത്തിൽ ഈ നിരോധനം മറികടക്കാനാണ് പലപ്പോഴും പലസ്തീനികൾ തണ്ണിമത്തൻ പ്രതിഷേധത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. തണ്ണിമത്തന്റെ ചിത്രങ്ങൾ കലയിലും ഷർട്ടുകളിലും ചുവർ ചിത്രങ്ങളിലും പോസ്റ്ററുകളിലും സോഷ്യൽ മീഡിയയിൽ ഇമോജിയായും ഒക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇസ്രായേലുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ആദ്യ ഔപചാരിക കരാറായ 93 ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ചതോടെ പലസ്തീൻ പതാകയുടെ നിരോധനം പിൻവലിച്ചു. എന്നാൽ ഗാസ മുനമ്പിൽ കഷ്ണങ്ങളായി മുറിച്ച തണ്ണിമത്തൻ കൊണ്ടു നടന്നതിനും യുവാക്കളെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ ന്യൂയോർക്ക് ടൈംസിലെ ഒരു ലേഖനത്തിൽ പത്രപ്രവർത്തകൻ ജോൺ കിഫ്നർ എഴുതിയിട്ടുണ്ട്. 2023 ജനുവരിയിൽ പലസ്തീൻ പതാക വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പലസ്തീൻ പതാകകൾ കണ്ടുകെട്ടാൻ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറാമർ ബെൻ ഗ്വിരി പോലീസിന് നിർദ്ദേശം നൽകി. ജൂണിൽ ഇസ്രായേൽ പാർലമെന്റ് സെനറ്റിൽ നിന്ന് പ്രാഥമിക അംഗീകാരം ലഭിച്ചതിനു ശേഷം സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ധനസഹായമുള്ള സ്ഥാപനങ്ങളിൽ പതാക നിരോധിക്കുന്നതിനുള്ള ബിൽ പാസാക്കിയത് ഹാരറ്റ്സിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല അടുത്തിടെ പ്രൈഡ് പരേഡിനിടെ പതാക വീശിയതിന് ഒരു യുവതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പതാക പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്നും അതിനാലാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് എന്നും പോലീസ് അവകാശപ്പെട്ടിരുന്നു. പൊതുസ്ഥലത്ത് പതാകകൾ വീശുന്നവരെ അടിച്ചമർത്തുന്നതിൽ പ്രതിഷേധിച്ച് അറബ് ഇസ്രായേൽ സമാധാന സംഘടനയായ നാസിം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ടെല്ലവീവിൽ ഓടുന്ന ഷെയർ ടാക്സുകളിൽ തണ്ണിമത്തന്റെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നതായിരുന്നു ആ ക്യാമ്പയിൻ. ഇത് പലസ്തീൻ പതാകയല്ല എന്ന സന്ദേശവുമായാണ് പോസ്റ്ററുകൾ വന്നത് എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ തണ്ണിമത്തന്റെ സാന്നിധ്യം കാണുന്നുണ്ട്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളും ചിഹ്നങ്ങളും നിരോധിച്ച ജർമ്മനിയിലെ പ്രതിഷേധക്കാർ തങ്ങളുടെ രോഷം രേഖപ്പെടുത്താൻ തണ്ണിമത്തൻ ഉപയോഗിക്കാറുണ്ടെന്നും കേൾക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.